ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹത്തായ ആദർശ സമ്മേളനത്തിൻ്റെ ഭാഗമായി സദസ്സിലും അല്ലാതെയും ഈ സംസാരത്തിന് കാതുകൊടുത്തുകൊണ്ടിരിക്കുന്നവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ അപാരമായ അനുഗ്രഹമാണ്. അവൻ്റെ ദീനിനോട് എപ്പോഴും നമുക്കൊരു സ്നേഹവും അവൻ്റെ ദീനിനോട് ഒരു പ്രത്യേകമായ താല്പര്യവും നമ്മുടെ മനസ്സിൽ അല്ലാഹു ഇട്ടു തന്നിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയ റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹമാണ് അത് എന്ന് തിരിച്ചറിയാൻ ഇതുപോലുള്ള സദസ്സുകളിലേക്ക് വരാൻ, കുടുംബസമേതം ഇവിടെ സമയം ചെലവഴിക്കാൻ നമുക്ക് കിട്ടിയ ഈ അവസരത്തെ നാം അങ്ങനെ നോക്കിക്കാണേണ്ടതുണ്ട്. കാരണം എന്ത് മതം എന്ന് ചോദിക്കുന്ന ആളുകൾ, അതൊക്കെ നോക്കിയാൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ, ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ അത് മുന്നിൽ വെച്ച് ജീവിതത്തെ നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അനക്കങ്ങളും അടക്കങ്ങളും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കണം എന്നും അവൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാട്ടിത്തന്ന ആ നേരായ മാർഗത്തിലൂടെയായിരിക്കണം എന്നും നിർബന്ധമുള്ളവരാണ് ഇതുപോലുള്ള സദസ്സുകളിലേക്ക് വരാൻ ഭാഗ്യം കിട്ടുന്ന ആളുകൾ. അല്ലാഹു മരണം വരെ ദീനിനോട് ഒരു പ്രത്യേകമായ താല്പര്യവും മതം പഠിക്കാൻ പ്രത്യേകമായ ഒരാവേശവും ഒരിക്കലും നിലച്ചു പോകാതെ നിലനിർത്തി അല്ലാഹു ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെന്ന നിലക്ക് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതിലൊന്ന്, ആരാണ് വിശ്വാസി എന്ന് ചർച്ച ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ സൂറത്തു ബഖറയിൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത് വിശ്വാസികൾ പരലോകത്തിന് പ്രാധാന്യം നൽകുന്നവരാണ്. അവർ പരമമായ സ്ഥാനം ഐഹിക ജീവിതത്തിലെ സുഖങ്ങൾക്കോ ഐഹിക ജീവിതത്തിലെ ആനന്ദങ്ങൾക്കോ അവർ കൊടുക്കുകയില്ല. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. അവർക്ക് ഇവിടെ എന്തെങ്കിലും ഒന്നിൻ്റെ പേരിൽ, ഇവിടെ ഏതെങ്കിലും ഒന്നിന് തലവെച്ചു കൊടുത്തതിൻ്റെ പേരിൽ നാളെ പരലോകത്ത് എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിക്കുന്നവരാണ്. അചഞ്ചലമായ പരലോക വിശ്വാസം ഹൃദയത്തിൽ രൂഢമൂലമായവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്ക് 3 വീടുകളിലാണ് താമസമുള്ളത്. ഏറ്റവും നിസ്സാരമായ വീട്ടിലാണ് നമ്മളിപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് താമസിക്കേണ്ട 3 വീടുകൾ ഏതൊക്കെയാണ്? അദ്ദുവറു സലാസ. താമസിക്കേണ്ട വീടുകൾ നമുക്ക് 3 എണ്ണമാണ്. ഒന്നാമത്തേത് ദാറുദ്ദുനിയ, ഐഹിക ഭവനം, ദുനിയാവ് എന്ന് പറയുന്ന വീട്. ഏറ്റവും വില കുറഞ്ഞ, ഏറ്റവും നിസ്സാരമായ ഒരു വീടാണ് പ്രിയമുള്ളവരെ നമ്മളിപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഈ വീട്. ഈ വീട്ടിലെ താമസം തീർച്ചയായും ഒരു നാൾ അവസാനിക്കും, നമ്മളെല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ വീടുകളിലെ, നമ്മുടെ പരിചയത്തിലെ എത്രയോ ആളുകൾ ഒന്നാമത്തെ വീട്ടിലെ താമസം അവസാനിപ്പിച്ച് അവർ അടുത്ത വീട്ടിലേക്ക് താമസം മാറിയത് കണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളതിന് വേദി ഒരുക്കി കൊടുത്തവരാണ് നമ്മൾ ഓരോരുത്തരും. ഏതാണ് നമുക്കുള്ള രണ്ടാമത്തെ വീട്? ദാറുൽ ബർസഖ്. ദാറുൽ ബർസഖ്, ദാറുൽ ഖബർ. അതെ, ഖബർ എന്ന വീട് നമുക്ക് താമസിക്കുവാനുള്ള രണ്ടാമത്തെ വീടാണ് ദാറുൽ ബർസഖ് അഥവാ ഖബർ എന്ന് പറയുന്നത്. അവിടെയും നമ്മൾ ഒരു നിശ്ചിത കാലം മാത്രമേ, ഒരു നിശ്ചിത സമയം മാത്രമേ നമ്മൾ ജീവിക്കുകയുള്ളൂ. അതിനുമപ്പുറം നമുക്ക് യാത്ര തുടരാനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വീട്ടിലേക്ക്. ഏതാണ് ആ വീട്? ആ വീടിൻ്റെ പേരാണ് ദാറുൽ ആഖിറ, പരലോകം എന്ന് പറയുന്ന ഭവനം. ഏറ്റവും ഉത്തമമായതും എന്നെന്നും നിലനിൽക്കുന്നതും പരലോകം എന്ന് പറയുന്ന ആ ഭവനമാണ്. വിശ്വാസി എപ്പോഴും നിസ്സാരമായ ഒന്നാമത്തെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ വലുതായി കാണേണ്ടവരല്ല. നിസ്സാരമായ
ഈ ഒന്നാമത്തെ ജീവിതത്തെ, ഈ വീട്ടിലെ പ്രശ്നങ്ങളെ വലുതായി കാണേണ്ടവരല്ല വിശ്വാസി. നമുക്ക് ഇത് കഴിഞ്ഞ് രണ്ടാമത്തെയും അത് കഴിഞ്ഞ് മൂന്നാമത്തെയും വീട്ടിൽ നമുക്ക് താമസമുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളെക്കുറിച്ചുള്ള അന്തിമ തീരുമാനവും നമ്മളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ വിജയവും തീരുമാനിക്കുന്നത് മൂന്നാമത്തെ വീട്ടിലാണ്. അവിടെ ഞാൻ കഷ്ടപ്പെടാൻ പാടില്ല, അവിടെ ഞാൻ പ്രയാസപ്പെടാൻ പാടില്ല. ഞാൻ ഇവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് അവിടെ സങ്കടമോ ഏകാന്തതയോ അവിടെ ഒരു പ്രയാസമോ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരായിരിക്കണം സത്യവിശ്വാസികൾ എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഖേദകരമെന്ന് പറയട്ടെ, ഒന്നാമത്തെ ജീവിതത്തിലെ പളപളപ്പ് കണ്ടപ്പോൾ, ഒന്നാമത്തെ ജീവിതത്തിലെ ആർപ്പുവിളികൾ കണ്ടപ്പോൾ, ഇവിടത്തെ കൊട്ടിഘോഷങ്ങൾ കണ്ടപ്പോൾ നമ്മളുടെ കൂട്ടത്തിൽ ചില ആളുകൾ വിചാരിച്ചു പോയി ഇവിടെ തന്നെയാണ് ജീവിതം എന്ന്, ഇതാണ് ജീവിതമെന്ന്. അതുകൊണ്ട് എല്ലാം മറന്ന് ഇവിടെയുള്ള സുഖത്തിൻ്റെയും ഇവിടെയുള്ള സന്തോഷത്തിൻ്റെയും ഇവിടെയുള്ള ആനന്ദത്തിൻ്റെയും പിന്നിൽ ഹറാമും ഹലാലും നോക്കാതെ ആളുകൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ ജീവിതത്തെ കണ്ടപ്പോൾ ഇത് തന്നെയാണ് പ്രധാനം എന്ന് കരുതിപ്പോയ ചില വിഡ്ഢികളായ വിശ്വാസികളുണ്ട്. നമ്മൾ ആ കൂട്ടത്തിൽ പെടാൻ പാടില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ വീട്ടിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് രണ്ടാമത്തെ വീട്. ഒന്നാമത്തെ വീടിന് യാതൊരു വിലയും ഒന്നാമത്തെ വീടിന് യാതൊരു നിലയും ഈ ദീനിൽ അള്ളാഹു കൽപ്പിച്ചിട്ടേ ഇല്ല. ഈ ഒന്നാമത്തെ വീട്ടിൻ്റെ വില നമുക്ക് പ്രവാചകൻ പഠിപ്പിച്ചു തന്നത് മദീനയിൽ ഒരു വൈകുന്നേരം സ്വഹാബികൾ ഒന്നിച്ച് ഒരു സായാഹ്ന സവാരി നടത്തിക്കൊണ്ടിരിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴിവക്കിൽ ചത്തുകിടക്കുന്ന ഒരാട്ടിൻകുട്ടിയെ തൻ്റെ കൈ കൊണ്ട് അതിൻ്റെ ചെവി പിടിച്ച് ഉയർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, ആർക്കു വേണം ഒരു ദിർഹമിന് ഈ ആട്ടിൻകുട്ടിയെ എന്ന്. എല്ലാവരും ആട്ടിൻകുട്ടിയിലേക്ക് ശ്രദ്ധിച്ചു നോക്കി. ചത്തുകിടക്കുന്ന ആട്ടിൻകുട്ടി, പ്രത്യേകം ഒരു അസുഖം വന്ന് ചത്തുപോയ ഒരാട്ടിൻകുട്ടി, സാധാരണ അറബികൾ തിന്നാൻ ഉപയോഗിക്കാത്ത ഒരു വർഗത്തിൽപ്പെട്ട ആട്ടിൻകുട്ടി. എല്ലാ നിലക്കും ശ്രദ്ധിച്ച് സഹാബത്ത് അഭിപ്രായം പറഞ്ഞു, നബിയെ ഒരു ദിർഹമിന് പോയിട്ട് വെറുതെ തന്നാൽ പോലും ഈ ആട്ടിൻകുട്ടി ഞങ്ങൾക്ക് വേണ്ട നബിയെ എന്ന്. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാട്ടിൻകുട്ടിയുടെ കച്ചവടത്തിന് വേണ്ടി ഒരു കാര്യം പഠിപ്പിക്കുകയായിരുന്നില്ല, മറിച്ച് ഈ ദീനിലെ വലിയ ഒരു അടിസ്ഥാന തത്വം അവരെ പഠിപ്പിക്കാൻ വേണ്ടി പ്രവാചകൻ അവരെ ശ്രദ്ധ ക്ഷണിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ അവിടെ ചെയ്തത് റസൂലുള്ളാഹി പറഞ്ഞു, ഈ ആട്ടിൻകുട്ടിക്ക് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇട്ടിട്ടുള്ള ഒരു വിലയുണ്ട്, നിസ്സാരമായ ഒരു വില. ഒരു ദിർഹമിന് പോയിട്ട് വെറുതെ തന്നാൽ പോലും ഞങ്ങൾക്ക് വേണ്ട എന്നാണ് നിങ്ങൾ മറുപടി പറഞ്ഞത്. എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഈ ദുനിയാവിന് അള്ളാഹു ഇട്ടിട്ടുള്ള വില നിങ്ങൾ ഈ ആട്ടിൻകുട്ടിക്ക് നിങ്ങളുടെ മനസ്സിൽ കണ്ടിട്ടുള്ള വിലയേക്കാൾ നിസ്സാരമായ വിലയാണ് ഈ ദുനിയാവിന് അള്ളാഹു ഇട്ടിട്ടുള്ളത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദുനിയാവാണ് പ്രിയമുള്ളവരെ എന്നെയും നിങ്ങളെയും ചതിച്ചു കളഞ്ഞത്. ആ ദുനിയാവാണ് പ്രിയമുള്ളവരെ എന്നെയും നിങ്ങളെയും വഞ്ചിച്ചു കളഞ്ഞത്. ഏറ്റവും പരമമായി ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ വീട്ടിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ അതിനപ്പുറം എന്നെന്നും നിലനിൽക്കുന്ന ഒരിക്കലും നശിച്ചു പോകാത്ത പരലോകമെന്ന ശാശ്വത ഭവനത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധ കൊടുക്കാതെ ഈ ദുനിയാവിൻ്റെ ആർപ്പുവിളികൾ, ഈ ദുനിയാവിൻ്റെ അട്ടഹാസങ്ങൾ, ഇവിടെയുള്ള കരഘോഷങ്ങൾ, ഇവിടെയുള്ള സൗന്ദര്യങ്ങൾ എന്നെയും നിങ്ങളെയും നമ്മുടെ ശ്രദ്ധ ഇവിടെ തന്നെ ബാക്കിയാക്കി എന്നത് വളരെ ഗൗരവത്തിൽ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അല്ലാഹു നമ്മളെ ഖുർആനിൽ എത്ര സ്ഥലങ്ങളിലാണ് കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ. നിങ്ങൾ ക്ഷണികമായതിനെ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്കിഷ്ടം ഈ ക്ഷണികമാണ് എന്നറിഞ്ഞിട്ടും നിലനിൽക്കില്ല, നശിച്ചു പോകും എന്നറിഞ്ഞിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഒരു കുമിള പോലെ പെട്ടെന്ന് അവസാനിക്കുന്ന ഈ ആജിലത്തായ ദുനിയാവിനെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. വതദറൂനൽ ആഖിറ, നിങ്ങൾ മറന്നു കളയുന്നു, നിങ്ങൾ വിട്ടേച്ചു കളയുന്നു. എന്നൊന്നും നിലനിൽക്കുന്ന ഒറ്റയ്ക്ക് ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും റബ്ബിനോട് സമാധാനം പറയേണ്ടി വരുന്ന ശിക്ഷയാണെങ്കിൽ ഒരിക്കലും നശിക്കാതെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന, നന്മയാണെങ്കിൽ ഒരു കുറവും വരാതെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ശാശ്വതമായ ഒരു ലോകത്തെ നിങ്ങൾ വിസ്മരിച്ചു കളയുന്നു എന്ന് ഖുർആൻ പല സ്ഥലങ്ങളിലും നമ്മളെ അറിയിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ സൂറത്തു അഅല, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. നിങ്ങൾ എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്? നിങ്ങൾ എപ്പോഴും എന്തിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്? ഹയാത്തുദ് ദുനിയ. നിങ്ങൾ നിസ്സാരമായ ഈ ദുനിയാവിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്.
വൽ ആഖിറതു ഖൈറും വഅബ്ഖാ. നിങ്ങൾക്കറിയാം ഉത്തമമായത് പരലോകമെന്ന്, എന്നെന്നും നിലനിൽക്കുന്നത് ആഖിറമാണ് എന്ന്. എന്നിട്ട് നിങ്ങളതിനെ വിട്ടുകളയുന്നു, നിങ്ങളതിനെ ഒഴിവാക്കി കളയുന്നു എന്നാണ്. സഹോദരങ്ങളെ, നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തി കളയുന്ന ഈ മഹാരോഗത്തിനെ ചികിത്സിക്കാൻ നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആൻ കൊണ്ട്, ദീനിനോടുള്ള പ്രത്യേകമായ താല്പര്യം കൊണ്ട്, ദീനിയായ ഉപദേശങ്ങൾ കേൾക്കുക വഴി നമുക്ക് നമ്മളെ പിടികൂടിയിട്ടുള്ള ഈ രോഗമുണ്ടല്ലോ, ഹബ്ബു ദുനിയ എന്ന് പറയുന്ന ഈ രോഗം. പ്രവാചകൻ അത് പറഞ്ഞിട്ടുണ്ട്. എത്ര വൃദ്ധനായാലും, നിങ്ങൾ എത്ര വയസ്സായാലും, നിങ്ങൾ മരണത്തിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, ശരീരത്തിൽ എന്തെല്ലാം അടയാളങ്ങൾ അടയാളപ്പെടുത്തിയാലും രണ്ട് കാര്യത്തിൽ നിങ്ങൾ നിത്യ യൗവനത്തിലായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യസാലു ഖൽബുൽ കബീർ ഫീ ഇസ്നൈനി ശാബ. രണ്ട് കാര്യങ്ങളിൽ ഏതൊരു വൃദ്ധന്റെയും ഖൽബ് നിത്യ യൗവനത്തിലായിരിക്കും. അതിലൊന്ന് റസൂൽ പറഞ്ഞത് തൂലുൽ അമൽ. അവന് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല, ഇനിയും ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിക്കണം എന്ന അവൻ്റെ തൂലുൽ അമൽ, സുദീർഘമായ ഒരു കാലം. ലൗ യുഅമ്മറു അൽഫ സന, 1000 കൊല്ലം ജീവിച്ചാലും എനിക്ക് മതിയാവില്ല എന്ന മനസ്സാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകൾക്ക് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാം 1000 കൊല്ലം ഞാൻ ജീവിക്കില്ല എന്ന്. എന്നിട്ടും അവൻ ആഗ്രഹിക്കുകയാണ് എന്ത്? ലൗ യുഅമ്മറു അൽഫ സന, 1000 കൊല്ലം ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എന്ന്. അത്രത്തോളം തൂലുൽ അമൽ, ജീവിക്കാനുള്ള കൊതിയാണ്. ജീവിച്ച് മതി തീരാത്തവരാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ അധികം ആളുകളും. അധികം ആളുകളുടെ ഈ മനസ്സിനെ പിടികൂടിയിട്ടുള്ള ഒരു മഹാരോഗമാണ് ഹബ്ബു ദുനിയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉണ്ടോ പ്രിയമുള്ളവരെ നമുക്ക് ഈ അസുഖം? നമ്മളെ പിടികൂടിയിട്ടുണ്ടോ പ്രിയമുള്ളവരെ ഈ ഒരു അസുഖം? ഇതിനെ നാം ചികിത്സിക്കേണ്ടതുണ്ട്. അതിനെ ചികിത്സിക്കാനുള്ള ഒരു സിദ്ധൌഷധമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ. നിങ്ങളെ ഈ ചിന്തയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, ഈ രോഗത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സുഖം പ്രാപിക്കാൻ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. നിങ്ങൾ മരണത്തെ സദാ സ്മരിച്ചുകൊണ്ടേ ഇരിക്കുക. ചോദിക്കപ്പെട്ടു നമ്മുടെ റസൂലിനോട്, അയ്യുൽ മുഅ്മിനീന അകിയസ്, പ്രവാചകരെ ആരാണ് വിശ്വാസികളുടെ കൂട്ടത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള ആള്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് മറുപടി കൊടുക്കുന്നത്, അക്തറുഹും ലിൽ മൗതി ദിക്റാ വ അക്തറുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ. ആരാണോ നിങ്ങളുടെ കൂട്ടത്തിൽ മരണത്തെ ധാരാളമായി ഓർക്കുകയും മരണാനന്തര ജീവിതത്തിനു വേണ്ടി നന്നായി ഒരുങ്ങുകയും ചെയ്യുന്നത്, അവരാണ് വിശ്വാസികളുടെ കൂട്ടത്തിലെ ബുദ്ധിമാന്മാർ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും മരണത്തെ പേടിയാണ്. നമ്മുടെ കൂട്ടത്തിൽ ആരും മരണത്തെ ഓർക്കാത്തവരും മരണത്തെ പേടിക്കാത്തവരുമായി ആരും നമ്മുടെ കൂട്ടത്തിലില്ല. സ്വന്തം സുരക്ഷിതമായ, ഏറ്റവും നല്ല വിലപിടിപ്പുള്ള, എല്ലാ സൗകര്യങ്ങളുമുള്ള നമ്മുടെ സ്വന്തം വാഹനത്തിൽ നാം യാത്ര ചെയ്യുമ്പോൾ, അത് ഡ്രൈവിംഗ് സീറ്റിലാണെങ്കിലും തൊട്ടടുത്തുള്ള സീറ്റിലാണെങ്കിലും, ആ യാത്രയിൽ നമ്മുടെ മരണം നാം മുന്നിൽ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാം ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മരിച്ചു കിടക്കുന്നത് നമ്മുടെ മനസ്സിൽ നമ്മൾ കാണുന്നുണ്ട്. ഉയരമുള്ള ഒരു കുന്നിൻ്റെ മുകളിൽ നമ്മൾ കയറി നിന്നാൽ ഒന്ന് താഴേക്ക് നോക്കിയാൽ മതി, നമ്മൾ മരിച്ചു കിടക്കുന്നത് നമ്മുടെ മനസ്സിൽ ആ ചിത്രം തെളിയുന്നുണ്ട്. മരണത്തെ നമ്മൾ ഓർത്തുകൊണ്ടേ ഇരിക്കുന്നു. അതെ, നമുക്കൊരസുഖം വന്നാൽ ആശുപത്രിയിലേക്ക്, ICUവിലേക്ക്, ആംബുലൻസിൽ നാം ചീറിപ്പാഞ്ഞ് നമ്മളെ കുടുംബക്കാർ നമ്മളെ കൊണ്ടുപോകുമ്പോഴും അടുത്ത നിമിഷം ഒരു മയ്യത്ത് കട്ടിലിൽ എന്നെ പള്ളിക്കാട്ടിലേക്ക് എടുക്കുന്ന ചിത്രം നമ്മുടെ മനസ്സിൽ തെളിയുന്നുണ്ട്. നമുക്ക് ഓർമ്മയുണ്ട്, നമുക്ക് പേടിയുണ്ട്. പക്ഷേ നമുക്കതൊരു കൃത്യമായ ഒരു വിശ്വാസമായി രൂപപ്പെടുത്തിയെടുക്കാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് വലിയൊരു സങ്കടമായി അവശേഷിക്കുകയാണ്. അതൊരു വിശ്വാസമായി നമ്മുടെ ഉള്ളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നില്ല ആത്മാർത്ഥമായി. ചില മയ്യത്തുകൾ കാണുമ്പോൾ, ചില അപകടങ്ങൾ കാണുമ്പോൾ, ചില വാർത്തകൾ കേൾക്കുമ്പോൾ നാം അതിനെക്കുറിച്ച് ഓർക്കുന്നു, നാം അതിനെക്കുറിച്ച് പേടിക്കുന്നു എന്നല്ലാതെ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന പോലെ ഞാനും ഒരു ദിവസവും എൻ്റെയും അവസ്ഥ ഇത് തന്നെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി ഒന്ന് ഒരുങ്ങാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് വലിയൊരു സങ്കടമായി അവശേഷിക്കുകയാണ്. മദീനയിലെ ബഖീഅ ഖബർസ്ഥാനിലേക്ക് ഒരു മയ്യത്തുമായി സ്വഹാബത്ത് ചൊല്ലുകയാണ്. അവരോടൊപ്പം പ്രവാചകനുമുണ്ട്. ബഖീഇലേക്ക് അടക്കം ചെയ്യാൻ എടുക്കപ്പെട്ട ആ മയ്യത്ത് ഖബറിന്റെ പണി പൂർത്തിയാകാത്തതിൻ്റെ പേരിൽ അവിടെ പുറത്ത് അല്പം
വെയിറ്റിംഗിൽ നിൽക്കുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ഇടയിൽ, അവരുടെ മധ്യത്തിലായി പ്രവാചകൻ ഇരിക്കുകയാണ്. കയ്യിലുള്ള വടി കൊണ്ട് പ്രവാചകൻ നിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അലക്ഷ്യമായി വരച്ചുകൊണ്ടിരിക്കുന്നു. മുകളിലേക്ക് നോക്കുന്നു, താഴേക്ക് നോക്കുന്നു. അസ്വസ്ഥനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരോടുമായി അന്ന് റസൂൽ പറഞ്ഞ ഒരു ഉപദേശമുണ്ട്. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ള തൂലുൽ അമൽ, ഇനിയും എനിക്ക് ഒരുപാട് സമയമുണ്ട്, ആയിട്ടില്ല നന്നാകാൻ, ഇനിയും എനിക്ക് ഒരുപാട് കാലം ആയുസ് ബാക്കി. ഈ ചിന്തയെ ചികിത്സിക്കാൻ, ഐഹിക ജീവിതത്തിന്റെ പിന്നാലെ ഹറാമ് ഹലാല് നോക്കാതെ ഓടുന്ന ഈ ഓട്ടമുണ്ടല്ലോ, ഇത് അവസാനിപ്പിക്കാൻ പ്രവാചകന്റെ ആ ഉപദേശം എന്നെ നിങ്ങളെയും തീർച്ചയായും സഹായിക്കും. പ്രവാചകൻ അന്നവരോട് പറഞ്ഞത് ഫസ്തഇദ്ദു ലിമിസ്ലി ദാലികൽ യൗം, ഫസ്തഇദ്ദു ലിമിസ്ലി ദാലികൽ യൗം. ഇതുപോലെ ഒരു ദിവസം നമുക്കെല്ലാവർക്കും വരാനുണ്ട്. ഇതുപോലെ ഒരു വീട് നമുക്കെല്ലാവർക്കും ഒരുക്കപ്പെടാനുണ്ട്. അത് ഏതു സമയത്തും സംഭവിക്കാം. അത് എപ്പോൾ സംഭവിച്ചാലും അതെ, അതിനുവേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്ത് നന്നായി ഒരുങ്ങി നിങ്ങളെല്ലാവരും ജീവിച്ചോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ബ്രാൻഡഡ് ഷർട്ടുകൾ അടിച്ചു മാറ്റി കഫം പുടവയിൽ നമ്മളെ പൊതിയുന്ന, ചീറിപ്പായുന്ന ബൈക്കുകളിൽ നിന്ന് നമ്മെ മയ്യത്ത് കെട്ടിലേക്ക് എടുത്തി വെക്കുന്ന, നമ്മുടെ ബിസിനസ് സാമ്രാജ്യങ്ങളിലെ വലിയ വലിയ MD കസേരകളിൽ പുതിയ ആളുകൾ കയറിയിരിക്കുന്ന, അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ഭാര്യമാരുടെ കഴുത്തിലേക്ക് മറ്റൊരാൾ താലി ചാർത്തുന്ന, നമ്മുടെ മക്കളൊക്കെ മറ്റൊരാളുടെ കീഴിൽ ജീവിക്കുന്ന, എല്ലാ നിലക്കും നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മൾ അന്യനായി ഏകാന്തനായി ഒരു യാത്ര പോകുന്ന ഒരു ദിവസത്തെ ഒരുങ്ങാൻ നമുക്ക് കഴിയണം, ഓർക്കാൻ നമുക്ക് കഴിയണം. ഒരുങ്ങിയാലും ഓർത്താലും കിട്ടുന്ന ഫലം എന്തറിയോ? മരണത്തിന്റെ മാലാഖമാർ നമ്മളെ തേടിയെത്തുമ്പോൾ, നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരുങ്ങി അവരാകാശത്തു നിന്ന് തുരുതുരെ ഇറങ്ങി വരുമ്പോൾ ഒരു ഭയവുമില്ലാതെ, ഒരു ഭയപ്പാടുമില്ലാതെ സന്തോഷത്തോടെ ആ മലക്കുകൾക്ക് ആത്മാവിനെ വിട്ടുകൊടുക്കുവാനുള്ള ഒരു ധൈര്യം മേലായ റബ്ബ് നമുക്ക് തരും. ഒരുങ്ങിയില്ലെങ്കിൽ നാം മരിക്കാൻ ഭയപ്പെടും. ആത്മാവിനെ ഒളിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കും. നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ അടിച്ചിറക്കി മലക്കുകൾ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥയെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഏത് വേണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ. ഒരുങ്ങിയവരോട്, മരണത്തെ ഓർത്തവരോട്, മരണാനന്തര ജീവിതത്തിന് തയ്യാറായവരോട് അതെ അള്ളാഹുവിൻ്റെ മാലാഖമാരുടെ വർത്തമാനമാണ്. നീ എന്തിനു പേടിക്കണം? നീ എന്തിന് ഭയപ്പെടണം? നീ എന്തിന് ദുഃഖിക്കണം? നിനക്ക് ഇപ്പോഴുള്ളതിനേക്കാൾ ഉത്തമമായത് വരും ലോകത്ത്, ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്ന ലോകത്ത് നിങ്ങൾക്കുണ്ട് എന്ന് മലക്കുകൾ സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോകുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മൾ പെടേണ്ടത്. അവരാണ് യഥാർത്ഥ വിശ്വാസി. ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. എത്ര മനോഹരമാണ് വിശുദ്ധ ഖുർആനിന്റെ ആ അവതരണം. ഏറ്റവും സുന്ദരമായ ഒരു മരണത്തിന്റെ ചിത്രമാണ് ഖുർആൻ നമുക്കവിടെ പഠിപ്പിച്ചു തന്നത്. എന്നാൽ ചില ആളുകൾ മരണത്തിന്റെ മാലാഖമാരെ കാണുമ്പോൾ അതെ വലന്ന അന്നഹുൽ ഫിറാഖ്, അവനറിയാം ഇതൊരു വേർപാടിന്റെ സമയമാണ് എന്ന്, ദുനിയാവിനോട് ഞാൻ വിട പറയുകയായി എന്ന്, പരലോകത്തേക്ക് ഞാൻ യാത്രയായി എന്ന് അവന് ബോധ്യപ്പെടുന്ന ഒരു സമയമുണ്ട്. വലന്ന അന്നഹുൽ ഫിറാഖ്, അവനറിയാം ആകാശത്ത് നിന്ന് മലക്കുൽ മൗത്ത് അവൻ്റെ തലഭാഗത്തേക്ക് ഇറങ്ങി വരുന്ന, അവൻ്റെ കണ്ണിൻ്റെ ഇപ്പോഴുള്ള ദൃഷ്ടി അതിൻ്റെ കാഴ്ചക്ക് മൂർച്ച കൂടുന്ന ഒരു സമയമുണ്ട്. കാണാത്ത പലതും കാണും, കേൾക്കാത്ത പലതും കേൾക്കും. മരണത്തിൻ്റെ സമയത്ത് സംഭവിക്കുന്ന സംഭവമാണ്. അന്ന് ചില ആളുകൾ മലക്കുകളെ നോക്കി പറയും, അള്ളാഹുവിനോട് കേണപേക്ഷിക്കും, റബ്ബിർജിഊൻ, എന്നെ ഇപ്പൊ ഒന്ന് മടക്കിത്തരണം, എനിക്കല്പം ആയുസ് നീട്ടിത്തരണം, എനിക്ക് ഇനിയും ചാൻസ് തരണം. ലഅല്ലി അഅമലു സ്വാലിഹ ഫീമാ തറക്ത്, ഒരുപാട് നന്മകൾ ഒഴിവാക്കിയവനാണ്, ഇനി ഞാനത് ശ്രദ്ധിക്കാം, ഇനി ഞാൻ അതിൽ വ്യാപൃതനാകാം, നല്ലവനായി ഞാൻ ജീവിക്കാം. മരണത്തിൻ്റെ സമയത്ത് വിലപിക്കുകയും മരണത്തിൻ്റെ സമയത്ത് ഖേദിക്കുകയും ചെയ്യുന്നവരെ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ആ വിഭാഗത്തിലാകാൻ പാടില്ല. എപ്പോഴും ഓർമ്മ വേണം,
ഏതു സമയത്തും സംഭവിക്കാം. ഇന്ന് ഈ മഹത്തായ ആദർശ സമ്മേളനം സംഘടിക്കപ്പെടുമ്പോൾ ഈ സമ്മേളനത്തിൻ്റെ ഒന്നാമത്തെ നിരയിൽ ഞാനൊരു മുഖത്തെ കാണുന്നു. പക്ഷേ ആ മുഖം ഇന്നത്തെ സമ്മേളനത്തിൻ്റെ ഈ കസേരയിലില്ല. പക്ഷേ 6 അടി മണ്ണിൽ ഇന്ന് അന്ത്യവിശ്രമത്തിലാണ്. കഴിഞ്ഞ ഈദ്ഗാഹിൽ എൻ്റെ ഒന്നാമത്തെ സ്വഫിൽ ഈദ് മുസല്ലയിൽ ആരോഗ്യ ദൃഢഗാത്രനായ അദ്ദേഹം ഉണ്ടായിരുന്നു. തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെ രോഗിയായ ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു. ഇന്ന് രോഗിയായ ജ്യേഷ്ഠൻ ബാക്കിയാണ്. ആരോഗ്യമുള്ള ആ സഹോദരൻ 6 അടി മണ്ണിൽ ഇന്ന് അന്ത്യവിശ്രമത്തിലാണ്. എന്തേ സംഭവിച്ചത്? ഇത് അദ്ദേഹത്തിന്റെ വിഷയത്തിൽ മാത്രമല്ലല്ലോ, നമ്മുടെ റസൂലിനെ നോക്കി അല്ലാഹു പറഞ്ഞത് ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതുൻ. നബിയെ, മരണം നിങ്ങളെയും തേടിയെത്തും. ലോകത്താർക്കെങ്കിലും ശാശ്വതമായ ഒരു ജീവിതത്തിന് അവകാശവും അനുവാദവും ഉണ്ടായിരുന്നുവെങ്കിൽ അത് ലോകാനുഗ്രഹിയായ റസൂലിനായിരിക്കണമായിരുന്നു. കാരണം ആ റസൂല് കൊണ്ടുവന്ന ഹിദായത്ത് ലോകത്തെ മുഴുവൻ ആളുകൾക്കും കിട്ടേണ്ടതാണ്. ആ റസൂല് കൊണ്ടുവന്ന ഖുർആനിന്റെ വെളിച്ചം അത് ലോകത്തെ മുഴുവൻ ആളുകൾക്കും ലഭിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ റസൂലാണ് ലോകത്ത് ബാക്കിയാകേണ്ട ഒരേ ഒരാൾ, അനുവാദമുള്ള ഒരാൾ. ആ റസൂലിനോടല്ല പറയാൻ ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതുൻ. ആ റസൂലിന്റെ മരണ വീട് നമ്മൾ കണ്ടിട്ടില്ലേ? ആ റസൂലിന്റെ മരണ വീട്ടിലെ പ്രവാചകന്റെ ഭാര്യമാരെ നമ്മൾ കണ്ടിട്ടില്ലേ? ആ റസൂലിന്റെ മരണ വീട്ടിലെ പ്രവാചകന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവിയെ നമ്മൾ കണ്ടിട്ടില്ലേ? ആ മരണ വീട്ടിലെ റസൂലിന്റെ മരണവെപ്രാളത്തെ നമ്മൾ കണ്ടിട്ടില്ലേ? ആ റസൂലിന്റെ അവസാന സമയത്ത് നെറ്റിത്തടത്തെ നമ്മൾ കണ്ടിട്ടില്ലേ? ആ മരണത്തിന്റെ സമയത്ത് റസൂലുള്ളാന്റെ ചുണ്ടുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? എല്ലാം ഹദീസുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വേദന കണ്ടിട്ടല്ലേ ഫാത്തിമ ബീവി കരഞ്ഞത്? എന്റെ ബാപ്പയ്ക്ക് എന്ന് എന്തൊരു വേദനയാണ്! ആരാണ് പ്രിയമുള്ളവരെ മരണത്തിന്റെ സമയത്ത് വേദനിച്ചത്? ആരുടെ മരണത്തെക്കുറിച്ച്, ആരുടെ മരണത്തിന്റെ നേരം കണ്ടിട്ടാണ് ഫാത്തിമ ബീവി സങ്കടപ്പെട്ടത്? മകളെ സമാധാനിപ്പിച്ച് അന്ന് റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഫാത്തിമ ലൈസ അലാ അബീകി കർബുൻ ബഅദൽ യൗം. ഇന്ന് മാത്രമാണ് ഫാത്തിമ ബാപ്പാക്ക് വേദന. ഇന്നത്തതിന് ശേഷം നാളെ മുതൽ ബാപ്പാക്ക് വേദനയില്ല. വേദനയില്ലാത്തൊരു ലോകത്തേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ നടന്നു പോകുമ്പോൾ ആ മരണത്തിൻ്റെ റസൂലിൻ്റെ മരണനേരം അങ്ങനെയായിരുന്നുവെങ്കിൽ എന്തായിരിക്കും നമ്മുടെ മരണനേരം? ആലോചിച്ചാൽ തൂലുൽ അമൽ എന്ന് പറയുന്ന ഹബ്ബു ദുനിയ എന്ന് പറയുന്ന നമ്മെ പിടികൂടിയിട്ടുള്ള മാരകമായ അസുഖങ്ങളെ ചികിത്സിക്കാൻ വിശ്വാസിക്ക് വേറെ ഔഷധം തേടിപ്പോകേണ്ടതില്ല. നമ്മുടെ റസൂലിനെ നോക്കി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ വന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, ഐഷ് മാ ശിഅത ഫഇന്നക മയ്യിതുൻ. മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ ജീവിച്ചോ, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, ഒരു നാൾ താങ്കൾ മരിക്കും. വഹ്ബിബ് മൻ അഹ്ബബ്ത, താങ്കൾ ആരെ വേണമെങ്കിലും സ്നേഹിച്ചോ, ആരെ വേണമെങ്കിലും സ്നേഹിച്ചോ. ഫഇന്നക മുഫാരിഖുൻ, താങ്കൾ ആരെ സ്നേഹിച്ചാലും ഒരു നാൾ അവരെയൊക്കെ വിട്ടു പിരിയേണ്ടി വരിക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയാൻ, വഅമൽ മാ ശിഅത, മുഹമ്മദേ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഫഇന്നക മജ്സിയും ബിഹി, അതിനൊക്കെ നിനക്ക് കൂലി കിട്ടും. നമ്മളോടും റസൂലിനോട് ഓതിയത് നാം നമ്മളിലേക്ക് ചേർത്തി വായിക്കുക. ഇഷ് മാ ശിഅത, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ഹക്കും ബാത്തിലും നോക്കി ജീവിക്കാം, ഹലാലും ഹറാമും വേർതിരിച്ച് മനസ്സിലാക്കി ജീവിക്കാം, ഈമാനിൽ ജീവിക്കാം, തഖ്വയിൽ ജീവിക്കാം, തൗഹീദിൽ ജീവിക്കാം, കുഫറിൽ ജീവിക്കാം, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാൻ മനുഷ്യന് അനുവാദം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫഇന്നക മയ്യിതുൻ, അറിയണം ഈ കളിയൊക്കെ അവസാനിച്ച് നിന്റെ റബ്ബിലേക്ക് നിന്നെ മടക്കപ്പെടുന്ന, നിന്റെ റബ്ബ് നിന്നെ ഏറ്റെടുക്കുന്ന ഒരു ദിവസമുണ്ട്. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതി ലം തമുത് ഫീ മനാമിഹാ. അല്ലാഹ് ഏറ്റെടുക്കുന്ന, നീ അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു നാൾ നിനക്ക് വരാനുണ്ട്. അന്ന് നീ ചെയ്തതിന് മുഴുവൻ നീ തലവെച്ച് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അതാലോചിച്ച് ജീവിക്കുന്നത് നന്ന്. വഹ്ബിബ് മൻ അഹ്ബബ്ത ഫഇന്നക മുഫാരിഖുൻ, നീ ആരെ വേണമെങ്കിലും ഇഷ്ടപ്പെട്ടോ, ഭാര്യമാരെ ഇഷ്ടപ്പെടാം, മക്കളെ ഇഷ്ടപ്പെടാം, സമ്പത്തിനെ ഇഷ്ടപ്പെടാം. ആ ഇഷ്ടത്തിനൊക്കെ നിനക്കൊരു പരിധി വെക്കുന്നത് നല്ലതാണ്. കാരണം ഇതൊക്കെ ഒരു നാൾ നീ വിട്ടുപോകേണ്ടതാണ്. പ്രവാചകൻ ജീവിതകാലത്ത് 7 മക്കളിൽ 6 മക്കളെ ഖബറടക്കം ചെയ്ത പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മക്കളിൽ ചിലർ പ്രവാചകന്റെ കൈകളിൽ കിടന്നിട്ടാണ് മരിച്ചത്. ചില മക്കൾ മരണശ്വാസം വലിക്കുമ്പോൾ പ്രവാചകൻ ആ കുഞ്ഞിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇന്നി മഹ്സൂനുൻ ബിഫിറാഖിക യാ ഇബ്രാഹിം. ആൺമക്കളില്ലാത്ത റസൂലിന് 2 വയസ്സുവരെ ജീവിച്ച ഇബ്രാഹിം എന്ന കുട്ടി സന്തോഷത്തിൽ റസൂലുള്ള ആ നാളുകൾ തള്ളി നീക്കുമ്പോൾ തൻ്റെ കൈകളിൽ ശ്വാസം അടക്കി പിടിക്കാൻ കഴിയാതെ മരണവെപ്രാളത്തിൽ കഴിയുന്ന ഇബ്രാഹിം എന്ന കുട്ടിയെ നോക്കിയിട്ട് റസൂൽ പറഞ്ഞതാ, ഇന്നി മഹ്സൂനുൻ ബിഫിറാഖിക യാ ഇബ്രാഹിം.
ഇബ്രാഹിം, നിന്റെ വേർപാടിൽ ഈ ഉപ്പാക്ക് വല്ലാത്ത വേദനയുണ്ട്. പേരമക്കൾ മരിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിൽ കിടന്നിട്ട് സൈനബ് റളിയല്ലാഹു അൻഹയുടെ കുഞ്ഞ് റസൂലുള്ളാഹിന്റെ കൈകളിൽ കിടന്നിട്ടാ മരിച്ചത്. വഹ്ബിബ് മൻ അഹ്ബബ്ത ഫഇന്നക മുഫാരിഖുൻ. ആരെ വേണമെങ്കിലും സ്നേഹിച്ചോ, ഒരു നാൾ അവരെയൊക്കെ വിട്ട് പിരിയേണ്ടി വരും എന്ന ഓർമ്മയും ചിന്തയും നിനക്കുണ്ടാകണം. വഅമൽ മാ ശിഅത ഫഇന്നക മജ്സിയും ബിഹി. എന്ത് ചെയ്താലും, നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും അതിന് അല്ലാഹു പ്രതിഫലം തരും. അളന്നും തൂക്കിയും പ്രതിഫലം നൽകുന്ന ഒരു നാളെ നമുക്ക് വരാനുണ്ട്. ഈ ഓർമ്മ ജിബ്രീൽ അലൈഹിസ്സലാം ആരോട് പറഞ്ഞതാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. എന്തിനാ? നമുക്കുള്ള പാഠമാകാൻ, നമുക്കുള്ള ഓർമ്മപ്പെടുത്തലാകാൻ. ഈ ഒരു ഓർമ്മയും ഈ ഒരു ചിന്തയും വിശ്വാസിയുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, തൗഹീദിന്റെ കാര്യത്തിലും സുന്നത്തിന്റെ കാര്യത്തിലും ഹറാം ഹലാലുകളുടെ വിഷയത്തിലും എല്ലാത്തിലും ഒരു സൂക്ഷ്മത, ഒരച്ചടക്കം, ഒരു അടക്കം, ഒരൊതുക്കം വിശ്വാസിക്ക് തീർച്ചയും ഉണ്ടാകും. ഇതൊന്നുമില്ലാതെ ചില ആളുകൾ തോന്നിയതുപോലെ ജീവിക്കുന്നത് എപ്പോഴാണ്? ഞാൻ നേരത്തെ പറഞ്ഞ ആ 2 മഹാരോഗത്തിന്റെ അടിമകളായി ആളുകൾ മാറുമ്പോഴാണ് എന്നതാണ് യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഒരു സസ്പെൻസായും ഒരു സർപ്രൈസായും മരണം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു നാൾ കടന്നു വരിക തന്നെ ചെയ്യും. എത്രയെത്ര മരണത്തിന്റെ ചിത്രങ്ങളാണ് നാം സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, വാർത്തകളിൽ വായിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അതെ, അതുപോലെ സസ്പെൻസായും സർപ്രൈസായും നമ്മുടെ ജീവിതത്തിലേക്കും മരണം ഒരു നാൾ കടന്നു വരിക തന്നെ ചെയ്യും. തടുക്കാൻ ആർക്കും കഴിയില്ല, പിടിച്ചു നിർത്താൻ ആർക്കും കഴിയില്ല. സയൻസിന് കഴിയുമോ മരണത്തെ തടുക്കാൻ? അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ ആകാശ ചക്രവാളങ്ങളിലേക്ക് യാത്ര ചെയ്ത ഒരു ഇന്ത്യൻ വംശജയുണ്ട്, കൽപ്പന ചൗള. അതെ, ബഹിരാകാശ പഠനത്തിനു വേണ്ടി അവർ ആകാശത്തേക്ക് പോയതാണ്. തിരിച്ചു വന്നിട്ടില്ല. അവർ ആകാശപ്പാളികളിൽ ചിന്നിച്ചിതറി അവർ അവിടെ തന്നെ തീർന്നുപോയി എന്നതാണ് ചരിത്രം നമുക്ക് നൽകുന്ന പാഠം. തടുക്കാൻ കഴിഞ്ഞോ മരണത്തിന്? ടൈറ്റാനിക് കപ്പലിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എത്ര ആളുകളെയും കൊണ്ടാണ് അത് കടലിന്റെ അടിയിലേക്ക് പോയത്. തടുക്കാൻ കഴിഞ്ഞോ? മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആയോ? അത് കാണാൻ വേണ്ടി ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ ധനാഢ്യരായ ഒരു കുടുംബം, ബാപ്പയും മകനും കടലിന്റെ ആടിയിലേക്ക് അത് കാണാൻ വേണ്ടി പോയി. തിരിച്ചു വന്നോ? ഇല്ല. പ്രിയമുള്ളവരെ, തടുക്കാൻ, മരണത്തെ തടുക്കാൻ ആർക്കും കഴിയില്ല. അല്ലാഹു പറഞ്ഞത് നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. ഞാനത് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവരുടെ വിഷയത്തിലും ആർക്കും അതിജയിക്കാൻ കഴിയില്ല. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു നാൾ കടന്നു വരിക തന്നെ ചെയ്യും. അതിനു മുമ്പ് ഒരുങ്ങി നന്നായി മരണാനന്തര ജീവിതത്തിനു വേണ്ടി നന്നായി പണിയെടുത്ത് ഒരു യഥാർത്ഥ മുസ്ലിമായി, ബുദ്ധിയുള്ള വിശ്വാസിയായി ജീവിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതുപോലുള്ള സമ്മേളനങ്ങളും സെമിനാറുകളും ഇത്തരം നല്ല ചിന്തകൾ നമുക്ക് പകർന്നു നൽകുന്ന, നമ്മുടെ ഈമാൻ പിടിച്ചു നിൽക്കാൻ, കുഫറിൽ നിന്ന്, മതനിരാസത്തിൽ നിന്ന് ഒരു രക്ഷാ കവചമായി ഇതുപോലുള്ള സെഷനുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഉപകാരമാക്കി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.